മഹാഗുരു ശരണം. ഇന്ന് ഞാൻ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ചെയ്യുന്നത് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു കാര്യം പറയട്ടെ. ഇന്ന് ഒരു വ്യക്തി എനിക്ക് 2 മെസ്സേജ് അയച്ചത്. ഒരെണ്ണത്തിന് മറുപടി കൊടുത്ത്, ഒരെണ്ണം ഇത് വീഡിയോ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ചോദിച്ച ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഒരു സംശയം. ആത്മീയ തലത്തിൽ കൂടുതൽ അറിയണമെന്നും മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പണം സമ്പാദിക്കണമെന്നും തോന്നുന്നതും നല്ല രീതിയിൽ ജീവിക്കണമെന്നും തോന്നലുണ്ടാകുന്നത് തെറ്റാണോ? സാറിൻ്റെ അഭിപ്രായം എന്നറിഞ്ഞാൽ കൊള്ളാം. ഈ നമ്മുടെ മനുഷ്യൻ്റെ പുരുഷാർത്ഥങ്ങളുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാനുസരണമുള്ള അർത്ഥ സമ്പാദനം, അതോടെ ധർമാനുസരണമുള്ള കാമം, ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ അത് ചെയ്താലാണ് മോക്ഷം വരുന്നത്. അപ്പോൾ അർത്ഥം ഒരിക്കലും ധർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ പണം സമ്പാദിക്കാനായിട്ട് ആത്മീയത മാത്രമായിട്ട് മാർഗമാക്കരുത്. ആത്മീയതയിലൂടെ ന്യായമായ പണം സമ്പാദിക്കാം. പക്ഷേ അത് ഒരു പരിധി കവിഞ്ഞ് ഇത് ചെയ്യാൻ പാടില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കണം, ജീവിക്കാൻ ഒരു ഗതിയും ഇല്ലാത്തവന് ദൈവമേ ജീവിക്കാനുള്ള വഴി കാണിച്ചു തരണമേ എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ സാർ. ഈ ജീവിക്കാൻ ഒരു ഗതിയില്ല എന്ന് ആര് തീരുമാനിച്ചു? നമ്മൾ തന്നെയല്ലേ തീരുമാനിച്ച. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, വാകീറിയ ദൈവം എരയും തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീവിക്കാനുള്ള ഒരു ഗതിയും ഇല്ലല്ലോ എന്ന് നമ്മളെ സ്വയം ലോക്ക് ചെയ്യുക, ദയവ് ചെയ്ത് മാറ്റുക. ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം എന്താണെന്നറിയില്ല. ചെറുപ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം. പക്ഷേ നമുക്ക് വളരെയധികം സാഹചര്യങ്ങളുണ്ട്. വാകീറിയ ദൈവം എരയും തരും എന്നുള്ള ഉത്തമ വിശ്വാസം ഇരിക്കുക. ആ എര എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർമിക് ബ്ലോക്സ് ആണ്. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ 1ഉം 2ഉം ജ്യോതിഷന്മാരെയും അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ അനുസരിച്ച് പറയുന്നവരെ എല്ലാമാണ് കോണ്ടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്രോസ് ചെക്കിങ്ങിനാണ് എന്നെ വിളിക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും വിളിക്കാണ്ടിരിക്കുക. കാര്യം പലർക്കും ഇവർ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരും ഫീസ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എനിക്കും ഫീസ് കിട്ടിയാൽ കഴിക്കുകയല്ല. പക്ഷേ എൻ്റെ അറിവ് ഫീസിന് വേണ്ടി വിൽക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങൾ ദക്ഷിണ അയച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് ഞാൻ പറയാത്തത്. മനസ്സിലായോ? അപ്പോൾ പലരും ഫീസ് വാങ്ങിച്ച് ഇത് ചെയ്ത് അത് കാശ് കൊടുത്തു കഴിയുമ്പോൾ കാശ് കൊടുത്തല്ലോ എന്നുള്ള ഇത് വന്നിട്ട് ദയവ് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളുടെ കാർമ്മികം, നിങ്ങൾ ഫീസ് കൊടുത്ത് അത് നിങ്ങൾ തമ്മിലുള്ള ഏർപ്പാട്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നവർ ഫീസ് തരാനൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആരുടെങ്കിലും ജാതകം ഗണിക്കണമെങ്കിൽ ദക്ഷിണ തരാൻ പറയാറുണ്ട്. അവരെ മിക്കതും ഞാൻ ദക്ഷിണ തന്നവരെ വീഡിയോ കോളും ഞാൻ ചെയ്തിട്ട് അവരെ ബ്ലസ്സും ചെയ്ത്, അവരെ ആവശ്യപ്പെട്ടില്ലെങ്കിലും ബ്ലസ് ചെയ്യും ഞാൻ. ഇപ്പോൾ പാലക്കാട് നിന്ന് ഒരു ചേച്ചി വിളിച്ചിരുന്നു. ചേച്ചിക്ക് ഇതില്ല, ഹോറോസ്കോപ്പ് ഇത് ചെയ്ത് ചേച്ചിനെ ബ്ലസ് ചെയ്ത്. കാര്യം ചേച്ചിനെ കുറച്ച് ഇതുണ്ട്, ബ്ലസ്സും ചെയ്ത് ചേച്ചിനെ. മനസ്സിലായ? ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹോറോസ്കോപ്പ് ഗണിക്കണമെങ്കിൽ ദക്ഷിണ ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണെന്ന് ചേച്ചി ദക്ഷിണ അയച്ചു, അത് ചെയ്തു. അപ്പോൾ ദയവ് ചെയ്ത് എവിടെയെങ്കിലും ചെയ്ത് ആരെങ്കിലും ചെയ്തതിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി എന്നോട് കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുക പ്ലീസ്. കാര്യം ഓരോരുത്തരും പല കാര്യങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് മറുപടി പറയാൻ എത്രയോ പേരുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോറോസ്കോപ്പിന് ജോലി എപ്പോൾ കിട്ടും ഇതൊക്കെയാണെന്നുള്ള കാര്യം ദയവ് ചെയ്ത് എന്നോട് ചോദിക്കാണ്ടിരിക്കുക. അതൊക്കെ ആസ്ട്രോളജേഴ്സിനോട് ചോദിക്കുക. ഞാൻ ആസ്ട്രോളജി അല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ചേച്ചിനെ ബ്ലസ് ചെയ്തപ്പോൾ ചേച്ചി ചോദിച്ചു, എന്താണ് സാറ് റേക്കിയാണോ എന്താണ്? എനിക്കതൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഉപാസനാമൂർത്തികൾ ഇത് ചെയ്തിട്ട് ഞാൻ അവർക്ക് എന്തൊക്കെ വേണമോ അത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ബ്ലസ് ചെയ്യുകയാണ്. അതെങ്ങനെ ചെല്ലണമോ, ഏത് ഫ്രീക്വൻസി കൂടി ചെല്ലണമോ അത് അവിടെ ചെല്ലും, അത് അവർക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഇത് എങ്ങനെ പോകുന്നു എന്ന് എനിക്കറിയില്ല. അത് പാലക്കാട്ടെ ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചിനെ ഒന്ന് പോയി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പാലക്കാട് ആരെങ്കിലും നേരിട്ട് കാണണമെന്നാക്കായി. പോയി വരണമെങ്കിൽ ഒരു ദിവസം അവിടെ നിൽക്കണമെങ്കിലും ലക്ഷ്മിക്കുട്ടി വേണം, ചിക്കിലി വേണം. മനസ്സിലായോ? അപ്പോൾ ആരെങ്കിലും ഉണ്ട് പാലക്കാട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അങ്ങനെയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു റൂം എടുത്ത് നിൽക്കണം. അപ്പോൾ ഒന്നാമതെ ചൂട് കാലമാണ്, AC റൂം എടുക്കണം, അതിൻ്റെതായ ഇതുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കാണണം എന്നുള്ളവരുണ്ടെങ്കിലും ഒന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് എൻ്റെ പെൻഷന് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണെങ്കിൽ ഒന്ന് വരാൻ നോക്കാമെന്നുണ്ട് കേട്ടോ. കാര്യം ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ എത്രയും ഒന്ന് വന്ന് ആ ചേച്ചിനെ നേരിട്ട് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. ഇന്ന് കോണ്ടാക്ട് ചെയ്തു, 2 മണിക്കൂർ മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്ത് ചേച്ചിയാണ്. അപ്പോൾ അതൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നു. അപ്പോൾ ദയവ് ചെയ്ത് പലരും പലയിടത്തും കൊണ്ടുപോയിട്ട് കാശ് കളയുന്നുള്ളതല്ല, അതെന്തോ മുജ്ജന്മത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുകയാണ്. പിന്നെ എൻ്റെ പേര് ശ്രീനിവാസപ്പയ്യ എന്നാണ്. അത് തന്നെയാണ് പേര്. ഓരോരുത്തരും ഇതുള്ളത് പലപ്പോഴും സർനെയിംസ് ഒക്കെ മാറ്റുന്നതായിട്ട് കാണുന്നു. എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം മുകളിലിരിക്കുന്ന ഒടയതമ്പുരാൻ ഒരാൾ കാണുന്നുണ്ട്.
എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാക്ക്, നമ്മൾ മനസ്സ്, വാക്ക്, പ്രവൃത്തി ഉടയ തമ്പുരാൻ മുകളിലുള്ള ഒരാൾ കാണുന്നു എന്ന് കണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരും നമ്മളെപ്പോലെയാണ്, എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് കാശ് സമ്പാദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനത്തിന് വേണ്ടി മറ്റുള്ളവരെ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കൊണ്ട് കാശ് ചിലവാക്കിക്കാണ്ടിരിക്കുക. ആരെങ്കിലും ദക്ഷിണ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അവരെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവരെ ബ്ലസ് ചെയ്യുക. അതൊക്കെ എൻ്റെ ഒരു പോളിസി ആണ്. പണ്ട് ഗുരു പറയണത്, പണ്ടത്തെ കാലത്ത് വീഡിയോ കോൾ ഇതൊന്നുമില്ല, നേരിട്ട് വന്ന് അവരെ ബ്ലസ് ചെയ്യണമെന്നൊക്കെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഈ മേഖലയിലുള്ളവർ ആ രീതിയിലൊന്ന് ചെയ്യണം. നമ്മളായിട്ടൊരു കാർമിക്ക് വാങ്ങിച്ച് വെക്കരുത്. അപ്പോൾ ഇതിൽ പലരും പല കാര്യം ചോദിക്കുന്നുണ്ട്. ചിലർ അനുഭവിക്കേണ്ട കുറേ കാർമിക്കുണ്ട്. അതിന് പോകുമ്പോഴേ ഞാൻ പറയാറില്ല, ദയവ് ചെയ്ത് ക്ഷമിക്കുക. മനസ്സിലായോ? അപ്പോൾ ചിലർ ഇത് ചോദിക്കുമ്പോൾ പലർക്കും കാര്യം നമ്മളത് പോകുമ്പോഴേ പറയുമ്പോൾ നമ്മൾ ആ കാർമിക് കിടക്കുകയാണ്. ദയവ് ചെയ്ത് അതെങ്ങനെയാണ് എന്താണെന്ന് പലർക്കും സംശയം തോന്നും. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അത് കാര്യം അറിയാം. ഞാൻ മറ്റേ ഇത് കർഷകൻ കടിച്ച് പരീക്ഷിതരായ മഹാരാജാവ് കൊല്ലപ്പെടുന്നുള്ള ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കാർമികം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അനുഭവിച്ച് തീർക്കേണ്ടതാണ്. അതിന് ഏറ്റക്കുറച്ചുകളുണ്ടാകാം. അതിന് തീർച്ചയായിട്ടും ഉപാസനകളുള്ളവർക്ക് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ അതുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇപ്പം തന്നെ 6-7 മിനിറ്റായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് എൻ്റെ ഗുരുപരമ്പരയോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.